എന്റെ മണിക്കൂട്ടൻ എന്ത് തോന്നിയ ദിവസമാണിത്? എന്തേ മണിക്കൂട്ടൻ ഇവിടെ നമ്മളെ പൈസ മേടിച്ച് മണിക്കൂട്ടൻ ഇവിടെ ക്യാരക്ടറുകളായിട്ട് എൻ്റർ ചെയ്യാന്നും പറഞ്ഞിട്ടാണ് എല്ലാ പ്രസേട്ടം കണ്ടത് എല്ലാ എപ്പിസോഡിൽ. ഇന്നിപ്പോ ഇവിടെ പെർഫോമൻസിനെ പോലെ വരേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? അല്ലല്ല, അതെ എന്താന്ന് പറയോ, ഞാൻ ഇത്രയും നാൾ ചെയ്ത കോമഡികളൊക്കെ പോരാന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നിയത്. അതുകൊണ്ട് ഗ്രൂമേഴ്സ് പറഞ്ഞ് ഞാനൊരു കഥ പറഞ്ഞു. ഗ്രൂമേഴ്സ് പറഞ്ഞ് ഉഗ്ര കഥ, നീ പോയി സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് പറയാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. നമ്മുടെ രതീഷ് കാരക്കാടാണ് നമ്മുടെ ഗ്രൂമർ, ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ. അപ്പൊ അദ്ദേഹം ഒന്നും അറിയാണ്ട് നിങ്ങളെ കയറ്റി വിടൂല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ നോക്കാം മണിക്കൂട്ടൻ. ഓക്കെ, അപ്പൊ മണിക്കൂട്ടൻ നന്നായി പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു. നമസ്കാരം, ഞാൻ മണിക്കുട്ടൻ ചവറയിൽ നിന്നാണ് വരുന്നത്. ചവറ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ ചില മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. താങ്ക് യു താങ്ക് യു. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പേര് സുമേഷ് കിഷോർ ഡി എന്നാണ്. ഡി എന്ന് പറയുന്നത്? ഡി എന്ന് പറഞ്ഞ എൻഷല് പെട്ടെന്ന് കിട്ടപ്പോൾ രമേശ് പിഷാരടി എന്ന് പോലെ തോന്നി എനിക്ക്. അതുകൊണ്ട് അയ്യോ അയ്യോ അല്ലല്ലല്ല, സുമേഷ് കിഷോർ ഡി എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞ എൻഷല്, ഇനീഷ്യൽ. ഓ അതെ, സാർ ഉദ്ദേശിച്ച കണക്ക് പിഷാരടി സാറല്ല. അല്ല, പിഷാരടി സാറൊക്കെ എത്രയോ മഹാനായ കലാകാരനാണ്. മഹാൻ എന്ന് പറഞ്ഞാൽ മഹാൻ, വലിയ മഹാനേ. തുടങ്ങട്ടെ? അത്ര വലിയ മഹാനൊന്നും അല്ല. അല്ലല്ലല്ല, വലിയ മഹാൻ തന്നെയാണ്. തുടങ്ങട്ടെ? ഈ സുമേഷ് കിഷോർഡി ഉണ്ടല്ലോ, കണ്ട വല്ല തിരക്കടൊന്നുമില്ല. പക്ഷെ വാ തുറന്ന മണ്ടത്തരത്തിന്റെ അയ്യരുകളി എന്ന് പറഞ്ഞ അയ്യരുകളി. മണ്ടത്തരം പറയുക മാത്രമല്ല, ചെയ്യുന്നത് ലോകമണ്ടത്തരം. അങ്ങനെയുള്ള ഒരാളാണ് ഈ സുമേഷ് കിഷോർഡി. ഈ പറയുന്ന സുമേഷ് കിഷോർഡി എന്ന് പറയുന്ന ആള് അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ കൊടുത്ത കാശുമായിട്ട് വിവറേജ് പോയി നിൽക്കുന്നു. അതെ, ഇവിടെ വ്യക്തിഹത്യ പറ്റത്തില്ല കേട്ടോ. വ്യക്തിഹത്യ എന്നാര് പറഞ്ഞു? അത് സുമേഷ് കിഷോർഡി നിങ്ങൾക്ക് അറിയാമോ? അല്ല, സാറിന് അറിയാമോ? അല്ല, അതറിയത്തില്ല, പക്ഷെ അത് പറ്റത്തില്ല. സുമേഷ് കിഷോർഡി എന്ന് പറയുന്ന ആൾ ഇത് വേറെ സുഹൃത്ത്, നാട്ടിലുള്ള ആള് സുമേഷ് കിഷോർഡി, നല്ല സുന്ദരനായ. ഈ പുള്ളി മരുന്നിന് കൊടുത്ത കാശുമായിട്ട് വിവറേജ് പോയി നിൽക്കുന്നു. ആണോ? ഈ പുള്ളി വേറൊരു സ്വഭാവമുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ടക്കാതും പറഞ്ഞിട്ട് അടിച്ചു കളയും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പിന്നെ അസ്വസ്ഥത വരുമ്പോൾ കാലെടുത്ത് മേളിലോട്ട് വെക്കുക. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അസ്വസ്ഥ ഉണ്ട്, പിന്നെ അതെങ്കിൽ കൈ രണ്ടും കൂടെ കൂട്ടി പിടിക്കുക, പല്ലിറുമുക. അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയുള്ള. ഇതിന്റെ ഡയറക്ടറോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അങ്ങനെ ഈ അസ്വസ്ഥത വരുമ്പോൾ പുള്ളി ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ഓ, മറ്റേ ഹരി. ഈ ഡോക്ടറുടെ പേര് ഗിരി എന്നും പറഞ്ഞ് ഉടനെ തന്നെ ഫോൺ എടുത്ത് ഗിരി അങ്ങനെ വിളിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഇതിവിടെ ചെയ്യാൻ പറ്റൂല കേട്ടോ. അതെന്ത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റാത്ത? അങ്ങനെ സ്വഭാവമുള്ള കിഷോർ ഡി ഒരു ദിവസം തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നിർത്തിക്കും കേട്ടോ, നിർത്തിക്കും. മതി, നല്ല തമാശയായിരുന്നു. ഓക്കെ, മതി, ഇത്രയും തമാശ. അല്ല പ്രസാദ്, ഇത് മതി, ഇത്ര മതി. സാധാരണ കണ്ടസ്റ്റൻസ് ഇവിടെ നിന്ന് കഥ പറയുമ്പോഴേ അതിന്റെ ഇടയ്ക്ക് അതിനോടൊപ്പം കഥ പറഞ്ഞു പോകാറുണ്ട്. എന്തൊന്നും പറയാൻ എന്ത് എന്നാ ഞാനൊരു കഥ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, പേര് ചവറ മധുക്കുട്ടൻ. ചവറ മധുക്കുട്ടൻ എന്ന് പറയുന്ന ആള് മണിക്കുട്ടനാണോ? അയ്യോ, മണിക്കുട്ടൻ മഹാനല്ലേ, വലിയ മഹാനല്ലേ. ഈ നിൽക്കുന്ന ആള് മഹാനാണ്. ഈ ചവറ മധുക്കുട്ടൻ എന്ന് പറയുന്ന ആള് അതിന്റെ ഒരു പരിപാടി നടത്തുന്ന ആൾക്കാർ ഇന്ന് പൈസ മേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ സ്റ്റാൻഡപ്പ് നടക്കുന്നതിന്റെ ഇടയിൽ ചെറിയ ചെറിയ കോമഡികൾ അവതരിപ്പിക്കാം. അഥവാ സ്റ്റാൻഡപ്പ് ഏറ്റില്ലെങ്കിൽ മധുക്കുട്ടന്റെ കോമഡികൾ കൊണ്ട് ആ പരിപാടിയെ രക്ഷപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് കാശ് മേടിച്ചിട്ട് ഈ പരിപാടിയിലോട്ട് വരികയാണ്. ഇങ്ങനെ വന്നിട്ട് എല്ലാം ചെയ്തിട്ട് ഇതൊന്നും ഏക്കുന്നില്ല ഹലോ, വ്യക്തിഹത്യ പാടില്ലല്ലേ? അയ്യോ, വ്യക്തിഹത്യ ഇല്ലല്ലോ, ഇത് മധുക്കുട്ടൻ. നിങ്ങൾ മഹാനല്ലേ, മഹാന്റെ കാര്യം പറയുന്നത്, മണിക്കൂട്ടനല്ല. അങ്ങനെ ഇത് ചീഞ്ഞപ്പം ഒരു കോട്ട് ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ പരിപാടി നടത്തുന്നവന്റെ മുതുകത്തേക്ക് കയറിയിട്ട് അവിടെ ഒരു കോമഡി അവതരിപ്പിക്കാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഈ കറുത്ത കോട്ട്, വൈറ്റ് പാന്റ് ആണ്. ഈ മധുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് പാന്റ് എന്ന് പറയുന്നത്. പിഷാർജി, എന്താ മണിക്കൂട്ട ഡീൽ? ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല, നമ്മൾ തമ്മിലൊരു വിഷയമില്ലല്ലോ. ഓക്കെ ആണല്ലോ. ഞാൻ വേറൊരു കഥ പറയാം. നമ്മൾ തമ്മിൽ പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. വേറെ കഥയാണല്ലോ പറയാൻ പോകുന്നത്. വേറെ കഥ. ഓക്കെ പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ കഥയാണ്. കാണാൻ നല്ല ലുക്കുണ്ടെങ്കിലും 10 പൈസയുടെ ബുദ്ധിയില്ല. പേര് സയാന.